കണ്ണൻ്റെ പിറന്നാളിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ കേട്ടോ. എൻ്റെ ബിന്ദുപ്പേര് മാവുന്നതൊക്കെ ശ്രമിച്ചു. റോസ താഴോട്ട് കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു ഒക്കെ എന്ത് ചെയ്തിട്ടും അവനെ ഒരു ഫോട്ടോ പോലും നമുക്ക് നേരെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കണ്ണാടിയൊക്കെ വെച്ചെടുക്കണം, പിന്നെ ബാറ്റ് കൊടുത്ത് ബാറ്റ് ക്രിക്കറ്റിൽ കളിക്കുന്നതായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് അവൾ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. പക്ഷേ ഈ ചെറുക്കനൊന്ന് നിന്ന് തരണ്ടേ. പിന്നെ വേണ്ടേ അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ അപ്പുറവും ഇപ്പുറമൊക്കെ മറിഞ്ഞ് ഒളിഞ്ഞുമൊക്കെ നിന്ന് ഞങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തു. അപ്പം നമ്മുടെ കണ്ണൻ്റെ ബർത്ത്ഡേയും പിറന്നാളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോകളായിരുന്നു കണ്ടോ. അപ്പോൾ അപ്പുച്ചേട്ടനും ഞങ്ങളും എല്ലാം കൂടെ പാടുപെട്ട് കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം കിട്ടിയ കുറേ നല്ല നല്ല ഫോട്ടോകളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ കാര്യം. ഇനി ഇത് കാണാം. ഇത് കണ്ടോ, ഞങ്ങളുടെ ആദ്യത്തെ ആഴ്ചയിലെ കണ്ണൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഇത് 25-ാമത്തെ ദിവസം, ഇത് 28-ാമത്തെ ദിവസം കണ്ടോ. ഇതാദ്യമായിട്ട് തൊട്ടിൽ കിടത്തിയത്. ഇങ്ങനെ കുറേ ഫോട്ടോകളുണ്ടായിരുന്നു, കുറേയൊക്കെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഈയിടെ ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഇവൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ഫോട്ടോകൾ കിടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഈ സമയത്ത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി അവൻ്റെ ബർത്ത്ഡേക്ക് ഇടാം. ഇപ്പോൾ അതാ ഈ പരുവത്തിലായി ചെറുക്കൻ കണ്ടോ, ചേട്ടന്മാരെയൊക്കെ എടുത്തിട്ടിരിക്കുന്നു. പിന്നെ ഇതാണ് ആശുപത്രിയിൽ കിടന്ന ആദ്യം 45 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കറക്റ്റ് 48-ാമത്തെ ദിവസമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന കണ്ണൻ കുഞ്ഞ്. ഇങ്ങനെ ഇരുന്ന മിടുക്കനായിട്ടിരുന്ന കുഞ്ഞാണ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷന് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ടാണ് അവനിപ്പം അങ്ങനെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കൂട്ട് ഓടി നടക്കാത്തതും. ഇപ്പം നടക്കുന്നുണ്ട്, എന്നാലും കുറച്ചൊരു താമസമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഈ ഓപ്പറേഷൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഇപ്പം എന്താ കുറുമ്പനായി ചട്ടമ്പിയായി ചേട്ടന്മാരെ എടുത്ത് അമ്മാനം ആടുന്ന കണ്ണൻകുട്ടനായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിലത്തെ കണ്ടോ, ഇത് നടന്ന് പിടിച്ച് നിന്ന് തുടങ്ങിയ സമയത്തെയാണിത്. ഇപ്പം കണ്ടോ ഇല്ല ചേട്ടനായി. ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ ടീപ്പോയൊക്കെ ഇട്ടിട്ടാണ് നിർത്താറ്. അതുപോലെ ഈ ടീപ്പോയി ഇങ്ങനെ നിരക്കിയാണ് അവൻ നടന്നു തുടങ്ങിയത്. ഈ ടീപ്പോയി ആകുമ്പം വലിയ വെയിറ്റൊന്നും ഇല്ലാതെ അവൻ നിരക്കി നടക്കാം. പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ ആയി. ബൈക്കിൻ്റെ പുറത്ത് കയറണം, എന്ത് കണ്ടാലും എടുക്കണം, അങ്ങനെയൊക്കെ ഇപ്പം നല്ല കുറുമ്പനായിട്ടുണ്ട്. എന്നാലും അവൻ്റെ ആ കുഞ്ഞിലത്തെ ഒരുപാട് അനുഭവിച്ച ഒരു കൊച്ചു കുഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് അവനിപ്പോൾ ഈ ചെറിയ വേദനകളൊന്നും അല്ല. ഒന്ന് വീണാലും തട്ടിയാലും ഒന്നും കണ്ണനിപ്പോൾ പ്രശ്നമേ അല്ല. കാര്യം അതിലും വലിയ ഒരുപാട് വേദനകൾ അനുഭവിച്ചവനവൻ. അപ്പോൾ അതുകൊണ്ട് അവൻ ഈ ചെറിയ വേദനകളൊന്നുമല്ല. വേണ്ടേ ആ ഫോട്ടോഷൂട്ടിൻ്റെ ബാക്കിയാണ്. ഒരു ഫോട്ടോ എടുക്കാൻ അമ്മ ആഗ്രഹിച്ച ഒരുപാട് പോസുകളും കൊണ്ടാണ് അവൾ വന്നത്. എന്നിട്ട് പക്ഷേ ഒത്തിരി ഒന്നും എടുക്കാൻ അവൻ സമ്മതിച്ചില്ല. കണ്ണാടിയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവൻ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒപ്പിച്ചെടുത്തോണം എന്നുണ്ട്. അതുപോലെ അവൻ അറിയുകയും ചെയ്യരുത്, ഫോട്ടോ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണെന്നൊന്നും അവൻ അറിയരുത്. എന്നാൽ ചില സമയത്ത് നല്ലതായിട്ട് നിന്ന് തരുകയും ചെയ്യും. മാളും ദേവനും ഒന്നും അന്നേരം അവിടെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അവർ മാളും ഉണ്ടെങ്കിൽ അവന് മാളുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുക. അവൻ്റെ ബർത്ത്ഡേ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ, മാളു കൂടെ നിന്നതുകൊണ്ട് അവൻ ആ കേക്ക് മുറിക്കാനും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ നിന്നു. അപ്പോൾ ഈ സമയത്ത് അവളവിടെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അവളെയും കൂടെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാമായിരുന്നു. എങ്കിൽ അവൻ അടങ്ങിയൊക്കെ നിന്ന് തന്നേന്. അങ്ങനെ കണ്ണൻ കുഞ്ഞിൻ്റെ കുറേ പഴയ കുഞ്ഞിലത്തെ കുറേ ഫോട്ടോകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നാളത് നഷ്ടപ്പെട്ടില്ല, ഇത്രയൊന്നും അല്ലായിരുന്നു. കാര്യം ആ സമയത്ത് അവൻ എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഈ കൂടുതൽ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അങ്ങനെ വീഡിയോ ഒന്നും അധികം എടുക്കാറില്ല, എന്നാലും ഫോട്ടോകളെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഓരോ ദിവസത്തെയും ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ അതിനിടയ്ക്ക് അവൻ അങ്ങ് അസുഖം വരികയൊക്കെ ചെയ്തത്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കാറൊന്നുമില്ല. ഇതൊക്കെയാണ് ആ കിട്ടിയ ഫോട്ടോകൾ. എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ എടുത്ത് വീഡിയോ എടുത്തിട്ട് പിന്നെ അവൻ അതിൽ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോകളൊക്കെ കിട്ടി. ഡ്രസ്സൊക്കെ മാറ്റി 3-4 ഡ്രസ്സൊക്കെ ഇടിച്ചത്. ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ഫോണൊക്കെ വിളിക്കുന്നതായിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും സമ്മതിച്ചില്ല. പിന്നെ നമ്മുടെ ദേവൻകുട്ടൻ്റെ സൈക്കിളിലൊക്കെ ഇരുത്തി അത് പിന്നെ കുറച്ച് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട്. വീഡിയോ എടുക്കുമ്പോൾ പ്രശ്നമില്ല അവന്, പക്ഷേ ഫോട്ടോ എടുക്കാനാണെങ്കിലേ ഉള്ളൂ അവന് നിൽക്കാൻ പാട്.
അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ണൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. അവൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല, കാര്യം ഇത്രയും നാൾ അങ്ങനെ അവൻ്റെ പഴയ വീടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടും പിന്നെ ഈ പിറന്നാളാകുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം അവന് എവിടെ നിന്നെങ്കിലും കിട്ടും. മിക്കവാറും പിറന്നാളിൻ്റെ അന്ന് ആശുപത്രിയിലായിരിക്കും. ഇപ്രാവശ്യം എന്തായാലും ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവളത് പൊറോട്ടയും പനീർ കറിയും ചപ്പാത്തിയും കുറുമയും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ പിറന്നാൾ ദിവസത്തെ. കണ്ടോ, പനീർ ബട്ടർ മസാല, കുറുമ, പൊറോട്ട, ചപ്പാത്തി ഇതൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ വീടൊക്കെ അവന് വെച്ചല്ലോ എന്ന് പറഞ്ഞ് അവളെ നല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേയും പിറന്നാളും ഒക്കെ ആഘോഷിച്ചു. അപ്പോൾ പിറന്നാളിൻ്റെ വീഡിയോ എടുക്കാൻ ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ പിറന്നാളിൻ്റെ അന്ന് വൈകുന്നേരമാണ് വന്നത്. പിന്നെ വൈകിട്ട് ഞങ്ങൾക്കൊക്കെ പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അവൻ്റെ ആ ഒരു ബർത്ത്ഡേയുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അങ്ങനെ ആദ്യമായിട്ടാണ് കണ്ണൻ്റെ ബർത്ത്ഡേ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നത്. കുറേ ബലൂണൊക്കെ കെട്ടി നല്ലതായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് പിന്നെ കേക്ക് മുറിക്കുകയൊക്കെ ചെയ്ത്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് മുറിക്കുന്നതും എല്ലാവർക്കും കൊടുക്കുന്നതും ആരെങ്കിലുമൊക്കെ വരുന്നതും. ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത് പോലും അവന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഈ വർഷം നല്ല ഭംഗിയായിട്ട് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. അവൻ്റെ പ്രധാന തൊഴിൽ എന്താണെന്നറിയാം, ഞാനിട്ട ആ ബർത്ത്ഡേ വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അവൾ എനിക്ക് ആ വീഡിയോ അയച്ചു തരികയൊക്കെ ചെയ്യും, അവനെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആലുവയ്ക്ക് പോയി കേട്ടോ. ആലുവയിലാരെന്ന് അറിയാമല്ലോ, നമ്മുടെ നന്ദൂസിൻ്റെ ചേട്ടൻ ഹരിക്കുട്ടൻ അവിടെ പഠിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ താമസം. അങ്ങനെ ഞങ്ങൾ ആലുവയിൽ പോയപ്പോൾ എടുത്ത കുറേ വീഡിയോ ആയത് കണ്ടോ. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം രാത്രി അവിടെ എത്തി. അപ്പോൾ അവിടുത്തെ രാവിലത്തെ ആ ഒരു കാഴ്ചയായത്. നല്ല മഴയായിരുന്നു കണ്ടോ. ആലുവ പുഴയുടെ തൊട്ട് തീരത്ത് തന്നെയാണ് അവൻ്റെ പഠിക്കുന്ന സ്ഥലം. അമ്പലത്തിനോട് ചേർന്ന് ആണ് അവരുടെ താമസ സ്ഥലവും സ്കൂളും എല്ലാം. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അവനവിടെ നിന്ന് പഠിക്കുവാണ് കണ്ടോ. അങ്ങനെ ആലുവ പുഴയുടെ അവിടെ നിന്ന് നന്ദൂസ് സൂം ചെയ്തെടുത്ത കുറേ ഫോട്ടോകളാണ് കേട്ടോ. അപ്പോൾ അവനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. വേണ്ടേ, ഇതാണ് അമ്പലം. ഇതിനോട് ചേർന്ന് തന്നെയാണ് അവൻ്റെ സ്കൂള്. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ കണ്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് പ്രാവുകൾ. അങ്ങനെ വേണ്ട അവൻ പ്രാവിനെ ഓടിക്കാൻ വേണ്ടി പോവുകയാണേ. നല്ല രസമുണ്ട്, ഒരുപാട് പ്രാവ്. പിന്നെ അവൻ്റെ അവിടെ കുറേ ചേട്ടന്മാരുണ്ട് ഹരിക്കുട്ടൻ്റെ കൂടെയുള്ള. അവിടെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അവൻ +2 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പൂജാകാര്യങ്ങളെല്ലാം പഠിക്കും. അപ്പോൾ അവിടെ നിന്ന് വേണം പഠിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് അവധിയുള്ള ദിവസം ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോവും, ഇല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. അങ്ങനെ പോയൊരു ദിവസമാണ് ഇത്. കണ്ടോ, പ്രാവിനെ ഓടിക്കുന്ന നന്ദൂസിനെ കണ്ടോ. നല്ല രസമുണ്ട്, ഒത്തിരി പ്രാവുകൾ. അപ്പോൾ ഇവനിങ്ങനെ പ്രാവിൻ്റെ പുറകെ പോകുന്നത് കണ്ട് ഹരിക്കുട്ടൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞ് കുറേ അവരെന്നും അതിന് നെല്ലും അരിയൊക്കെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് നന്ദൂസിന് പ്രാവിന് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് നിറച്ച് നെല്ലും കൊണ്ട് കൊടുത്തു. അങ്ങനെ അവൻ ഈ പ്രാവിനെല്ലാം നെല്ലിട്ടപ്പോഴത്തേക്ക് ഈ പോയ പ്രാവുകളെല്ലാം കൂട്ടത്തോടെ വന്ന് നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ നിന്നു. ഞങ്ങൾ ഒരു ദിവസം അവനെയും കൊണ്ട് രാവിലെ വിളിച്ചുകൊണ്ട് പോയി. ഒരു ദിവസം എറണാകുളം ഫുള്ള് കറങ്ങി. ആലുവയിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഫുള്ള് കറങ്ങാമെന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലത്ത് കറങ്ങി. എന്നിട്ട് രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവനെ തിരിച്ച് നമ്മളവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് അവിടെ ഓഫീസിലുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരാം. അങ്ങനെ അവധിയാണെങ്കിൽ നമുക്ക് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാം. പിന്നെ അന്ന് ഞായറാഴ്ച ആണെങ്കിലും അവർക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അവന് ഇപ്പം പിന്നെ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ഉള്ള എൻട്രൻസ് എഴുതിയിട്ടിരിക്കുന്നു. എൻട്രൻസിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് വേണം ഇനി അടുത്ത ക്ലാസ്സിലോട്ട് ചേരാൻ. പക്ഷേ എപ്പോഴും പൂജാ ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. അങ്ങനെ രണ്ട് അമ്മയും മോനും ചേട്ടനും ഒക്കെ കൂടെ അവിടെ നിന്ന് വർത്തമാനം പറയുന്ന കുറേ വീഡിയോ എടുത്തു. കാരണം അവന് ഇതാണ് അവിടുത്തെ വേഷം കേട്ടോ. ഇങ്ങനെ മുണ്ടെടുത്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ അമ്പലത്തിലെ ഡ്യൂട്ടിയുണ്ട്, രാവിലെയും വൈകിട്ടും അമ്പലത്തിലെ നട തുറന്ന് പൂജയൊക്കെ കഴിക്കണം. എപ്പോഴാടാ അമ്പലം തുറക്കുന്നത്? 5 മണി ആണോ? പ്രാവിന് കൊടുക്കാനാണോ? ആ കൊള്ളാം. പ്രാവിന് തീറ്റ മേടിച്ചുകൊണ്ട് വന്നു പോയി. എന്തുവാടാ അത്? നെല്ലോ? ആഹാ, ഇത് ഇടുമ്പോൾ വരും. അങ്ങോട്ട് നീങ്ങി നിന്നിട്ടെ. ഹായ്. അയ്യോ കൊത്തോടാ നിന്നെ. അടിപൊളി. നടത്തോടാ. നീ ഇവിടെ പോയി കൊടുത്തു. പ്രാവിന് തീറ്റ കൊടുത്തു. ഇഷ്ടം പോലെ പ്രാവ്. അടിപൊളി. നിന്റെ കയ്യിൽ നിന്ന് കൊത്തുവോ? ഇട്ട് കൊടുത്തപ്പോ അത് പേടിച്ചു പോയതാ.
പതുക്കെ ഇട്ടാ മതി, എറിയുന്ന പോലെ ഇടണ്ട, അതിന്റെ മേത്തോട്ട്. ആ എനിക്ക് പേടിയാവുന്നു. നന്ദുസേ ഇങ്ങനെ ചരിഞ്ഞ് നിന്നിടാവോ ഇങ്ങനെ, എങ്കിൽ നിങ്ങളുടെ മുഖം കൂടെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങോട്ട് നീങ്ങിക്കേ. വെളുത്ത പ്രാവിനെ സൂം ചെയ്തെടുക്കാൻ. ആ അതാണ്ട് എടുത്തു. വെള്ളരിപ്രാവ് അതിനെ മാത്രം കിട്ടത്തില്ല കേട്ടോ, അതിൻ്റെ കൂടെ കുറച്ച് പേരുടെ കാണും. ഫോട്ടോ എടുത്തില്ല. അയ്യോ കൊത്തു, എനിക്ക് പേടിയാണേ. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറപ്പിക്കുന്നു. പക്ഷെ അത് തീറ്റ ഇടുമ്പോൾ പിന്നെയും വരും ഇല്ലയോ? നിങ്ങളിങ്ങനെ കൊടുക്കാറുണ്ടായിരിക്കും ഇല്ലയോടാ? അരിയാണോ? ആ ഹായ് സൂപ്പർ. അത് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം, ഇങ്ങോട്ട് ക്യാമറയിലോട്ട് നോക്കാം, എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റൂ. കിട്ടിയോ നോക്ക. അടിപൊളി. ഇതേ വരുന്നു അക്കുട്ടേട്ടൻ. ആ നിങ്ങളെടുത്തോ, നീ അപ്പു എടുക്കും. എന്നാടാ അപ്പു നീ നല്ലതായിട്ട് എടുക്കും, നിങ്ങളുടെ സെൽഫിയോ വല്ലോ ഇന്നാ. ആ അവനങ്ങത് കൊടുത്തു കൊടുത്ത് പ്രാവിൻ്റെ കൂട്ടത്തിൽ പോവാ. എന്നാ ഇതിലെടുത്തോ. ഇങ്ങോട്ട് നോക്കടാ. ആ പ്രാവ് വരത്തില്ലേ? പ്രാവ് വരത്തില്ല. ആ പ്രാവ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഫോട്ടോ എടുക്കായിരുന്നു. ഒന്ന് ആഞ്ഞിറങ്ങിയപ്പോൾ അത് പറക്കും. അപ്പം അങ്ങനെ പ്രാവിന് തീറ്റ കൊടുപ്പും കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട ഹരിക്കുട്ടനെ റെഡിയാക്കി അവിടെ നിന്ന് ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങി. അങ്ങനെ വേണ്ട ഫോറം മാളാണേ അത്. അപ്പോൾ ലുലു മാളിലല്ലേ എപ്പോഴും പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോറം മാളിൽ പോയി കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഫോൺ ഇപ്പോൾ പണിമുടക്കിലായതുകൊണ്ട് എനിക്കിപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അവൻ്റെ ഫോണിലല്ലേ എടുക്കുന്നത്. അവനങ്ങനെ എല്ലാ വീഡിയോയും ഒന്നും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഫോണ് ഫുള്ളാവും. അതുകൊണ്ട് ഞാനങ്ങനെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് ഫോട്ടോകളും കുറച്ച് വീഡിയോകളും ഒക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഫോണിലെടുത്തത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടും കാര്യമില്ല, കാരണം ആ ഫോൺ പോയി, അതിനൊട്ടും ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല. കണ്ണൻ്റെ ആ ബർത്ത്ഡേയുടെ വീഡിയോ തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം, അതിന് ക്ലാരിറ്റി ഇല്ല. അന്ന് എനിക്ക് ഈ ഫോണില്ലായിരുന്നു, S23. ആ ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ദിവസമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, അവൻ്റെ ഫോണാണ്. ഇപ്പോൾ അവൻ അവധി ആയതുകൊണ്ട് എനിക്ക് കിട്ടിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ബർത്ത്ഡേയുടെ വീഡിയോ അങ്ങനെ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, അന്ന് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മുടെ ശ്രീകേശിൻ്റെ ചോറൂണിൻ്റെ വീഡിയോ ആണ്. ഇതെനിക്കൊരു ഉഗ്രം പണി തന്നു കേട്ടോ. ഇത് ചോറൂണ് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ ശ്രീകേശിൻ്റെ ആ കുഞ്ഞു വാവയുടെ മാത്രമായിട്ട് കുറച്ച് വീഡിയോ ഇട്ടുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു എനിക്കതിന് പൂർണ്ണമായിട്ടുള്ള മോണിറ്റൈസേഷൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളൊരു ചടങ്ങ് നടക്കുവാണെങ്കിൽ ആ ഫുള്ള് ചടങ്ങായിട്ട് അങ്ങ് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ആ കുഞ്ഞിൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖം മാത്രമായിട്ടോ അവരുടെ കളി മാത്രമായിട്ടോ ഒക്കെ എടുത്തിടുന്നത് കൊണ്ടായിരിക്കണം എനിക്കത് മോണിറ്റൈസേഷൻ കിട്ടിയില്ല. മോണിറ്റൈസേഷൻ ആയില്ല എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് മോണിറ്റൈസേഷനാണ് ആയത്. അപ്പം നമുക്ക് അതിന് കിട്ടുന്ന ഫുൾ പൈസയും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ പിന്നെ അതിന് കൂടുതൽ ചെക്ക് ചെയ്യാനും അതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാനും ഒക്കെയുള്ള ഓപ്ഷനുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അവന് റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാരണമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് എടുത്തപ്പോഴേ ഞാനത് ശ്രദ്ധിച്ചില്ല. മുമ്പൊരു വീഡിയോയും ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ അവന് ഇങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ അവനെ മാത്രമായിട്ട് സൂം ചെയ്തെടുത്തു. അതായിരിക്കണം എനിക്ക് പണി കിട്ടിയതെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർ കുറേ ആയി കഴിയുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഞാൻ തന്നെ എനിക്കിപ്പോൾ 2 പ്രാവശ്യമായി ഇങ്ങനെ പണി കിട്ടുന്നു. മുമ്പ് ഇതുപോലൊരു കുഞ്ഞിൻ്റെ പടം ഇട്ടതിനും കുഞ്ഞിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയോ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞിനെ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോയ്ക്ക് ആയിരിക്കണം. എന്തായാലും അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയുന്നത് 1 മാസമൊക്കെ പിടിക്കും അതിൻ്റെ റിപ്ലൈ കിട്ടാനെന്നാണ്. എത്രയാണെന്ന് എന്താണെന്നും നമുക്കറിയത്തില്ലല്ലോ. ആദ്യമായിട്ടെന്നല്ല, ഇതിന് മുമ്പൊരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അന്ന്
ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കാമെന്നൊക്കെ കണ്ടു. അങ്ങനെ അവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യമെന്ന് അന്നേരം നമുക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞിൻ്റെ മാത്രം ഉള്ളതുകൊണ്ടായിരിക്കും എന്ന്. മുമ്പുള്ള വീഡിയോയിലും അങ്ങനെ ആയിരുന്നു എന്നാണ് എനിക്കിപ്പം ചെക്ക് ചെയ്തപ്പം മനസ്സിലാക്കാൻ സാധിച്ചത്.